കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയ്ക്കായി തിരച്ചിൽ തുടരുന്നു. കുടകിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ തടിയന്റെ മോൾ കയറാനാണ് ശരണ്യ വ്യാഴാഴ്ച കുടകിലെത്തിയത്. ബെട്ട വനമേഖലയിൽ 60 അംഗ പോലീസും വനംവകുപ്പ് സംഘവും നക്സൽ വിരുദ്ധ സേനയും തിരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. ശരണ്യയുടെ സഹോദരനും സഹപ്രവർത്തകരും കുടകിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. മേഖലയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ചെങ്കുത്തായ പ്രദേശമായതും വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമായതും തിരച്ചിലിന് വെല്ലുവിളിയാണ്. നിലവിൽ ശരണ്യയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശരണ്യയെ 2-ാം തീയതി ഉച്ച മുതലാണ് കാണാതായത്. ട്രക്കിങ്ങിനിടെ വഴിതെറ്റിയെന്നറിയിച്ച ശരണ്യയുടെ സന്ദേശം ഉച്ചയ്ക്ക് 2-ന് ലഭിച്ചതായി ഹോം സ്റ്റേ അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ച ഉടനെ കർണാടക വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമടക്കം 60 പേരാണ് തെരച്ചിൽ നടത്തുന്നത്. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടക്കുന്നത്. ഡ്രോണുകളും സ്നിഫർ നായകളും ഉപയോഗിച്ച് വനത്തിനകത്തും മറ്റു വഴികളിലും പരിശോധന നടത്തുന്നുണ്ട്. കനത്ത കാടും പ്രതികൂലമായ കാലാവസ്ഥയും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. ശരണ്യയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് ശരണ്യയുടെ പിതാവ് ഗോപി ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച കൊടക് വലിയ മല ഏതൊന്നും അറിയില്ല. അപ്പോൾ അവനെ കയറി ഇറങ്ങിയപ്പോൾ ഇവരെ കണ്ടില്ല. ഇത് വഴിതെറ്റിന്നാണ് അറിഞ്ഞത്. വഴിതെറ്റിപ്പോയിന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവിടെ അന്വേഷണം നടന്നു പോകുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെയും പരാതിയെല്ലാം കൊടുത്തു. പക്ഷേ ഇതുവരെ വിവരം കിട്ടിയില്ല. ശരണ്യയുടെ സഹോദരൻ ശ്യാമും ശരണ്യയുടെ സഹപ്രവർത്തകരും കുടകിലെത്തിയിട്ടുണ്ട്. നാപ്പോക്ലൂ പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. യുവതി അപകടത്തിൽപ്പെട്ടതാണോ വഴിമാറി സഞ്ചരിച്ചതാണോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.